എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു പ്രധാന വനക്ഷേത്രമാണ് ഇരിങ്ങോൾകാവ്. ഇത് ദുർഗാഭഗവതിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. പ്രഭാതത്തിൽ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരം ഭദ്രകാളിയായും ഇവിടെ ദുർഗാഭഗവതിയെ ആരാധിക്കുന്നു. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇട് പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാഭഗവതിയാണ് പ്രതിഷ്ഠ. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവമി, അഷ്ടമി, നവരാത്രി, വിദ്യാരംഭം, തൃക്കാർത്തിക, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവയാണ് ദർശനത്തിന് പ്രധാനം. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇത്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963-ൽ സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവനായ വാസുദേവൻ നമ്പൂതിരി 1980-ൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾകാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇരിങ്ങോൾകാവ്. ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നറിയുകയാൽ ഗർഭിണിയായ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു. ഒരു നക്ഷത്രം പോലെ തിളങ്ങി. സാക്ഷാൽ ദുർഗയായ ആ ഭഗവതി കംസന് ശ്രീകൃഷ്ണന്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി അപ്രത്യക്ഷയായി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി. ഇവിടത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെന്ന് കരുതപ്പെടുന്നു. നെയ് പായസവും ശർക്കര പായസവും ഗോതമ്പുകൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്തഹനം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല എന്നത് മറ്റൊരിടത്തുമില്ലാത്ത ആചാരമാണ്. കാവിനു ചുറ്റുമുള്ള മരങ്ങളിൽ ദൈവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല. താഴെ വീണ് കിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറില്ല. ഇവിടെ ഉപദേവതമാരില്ല. ഗണപതിയുടെ പ്രതിഷ്ഠയില്ലാത്തതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകാറുള്ള ഗണപതി പൂജ പോലും ഇവിടെയില്ല. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മരങ്ങളാണ് ഭഗവതിയുടെ കാവലാൾ. വൃശ്ചിക മാസത്തിലെ കാർത്തിക പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസം ഇവിടെ എത്തി പരാശക്തിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഗ്രഹപൂർത്തിയും, അവിവാഹിതരായവർക്ക് മംഗല്യ സൗഖ്യവും ഐശ്വര്യവും നൽകി ഭഗവതി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ഭഗവതിക്ക് ഗന്ധമിഷ്ടമല്ല. അതുകൊണ്ട് ഗന്ധമുള്ള പുഷ്പമോ പൂജവസ്തുക്കളോ ഉപയോഗിക്കാറില്ല. ചെത്തി, തുളസി, താമര എന്നീ പുഷ്പങ്ങളല്ലാതെ മറ്റൊരു പൂവും പൂജയ്ക്കെടുക്കില്ല. സാമ്പ്രാണിത്തിരി പോലും ഇവിടെ കത്തിക്കില്ല. 1-2 കർപ്പൂരം മാത്രം ദീപാരാധന സമയത്ത് ഉപയോഗിക്കും. അഭിഷേകത്തിന് ജലമല്ലാതെ മറ്റൊന്നും പാടില്ല എന്നാണ് ആചാരം. പെരുമ്പാവൂരിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ കാവ് ഭക്തിയും പ്രകൃതിയും ഒന്നിക്കുന്ന സ്ഥലമാണ്. 50 ഏക്കറിലധികം വിസ്തൃതിയുള്ള വനത്തിൽ വലിയ മരങ്ങളും ഔഷധസസ്യങ്ങളും പക്ഷികളും ജീവിക്കുന്നു. 49 ഇനം തമ്പകം, തേക്ക്, ആഞ്ഞിലി പോലുള്ള വലിയ മരങ്ങളും തിപ്പലി, കാട്ടുകുരുമുളക് പോലുള്ള ഔഷധസസ്യങ്ങളും വിവിധതരം പക്ഷികളും ജന്തുക്കളും ഇവിടെയുണ്ട്. ജാതി-മതഭേദമില്ലാതെ ആർക്കും ക്ഷേത്രത്തിൽ വരാമെന്നതാണ് പ്രത്യേകത. ഇത് പ്രകൃതിയെയും ദൈവീകതയെയും ഒരുമിപ്പിക്കുന്നു. പ്രകൃതിയും ഭക്തിയും ഒത്തുചേരുന്ന ഈ കാവിലേക്ക് വനത്തിലൂടെയുള്ള യാത്രയും ക്ഷേത്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും സന്ദർശകർക്ക് മറക്കാനാവാത്ത അനുഭവം നൽകും.